സ്റ്റൈൽ ഓഫ് ലേണിംഗ്. അപ്പൊ മക്കൾ ഇതാ എക്സാം എഴുതി അവസാനം ഇന്റഗ്രേഷൻ 3 വരെ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്നും മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. എങ്കിൽ മാത്രമേ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറുകൾ കണ്ടുപിടിച്ച് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വായിക്കൂ, നിറം നൽകൂ. വലിയ മരത്തിൽ പഴങ്ങൾ വരച്ചു നിറം നൽകുക. ചെറിയ മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറം നൽകുക. അടുത്തുള്ള വീടിന് നീല നിറം നൽകണം. ദൂരെയുള്ള വീടിന് ഇഷ്ടമുള്ള നിറം നൽകാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഫിഗറിലെ കളർ ഒന്നും ഇല്ലാത്തൊരു ഫിഗറാണ്. ആ ഫിഗറിൽ നമുക്ക് കളർ ചെയ്യണം. പക്ഷെ നമുക്ക് തോന്നിയ പോലെ നമുക്ക് കളർ ചെയ്താൽ ഇവിടെ നമുക്ക് മാർക്ക് കിട്ടില്ല. ഇവർ പറഞ്ഞതുപോലെ നമുക്ക് കളർ ചെയ്യണം. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് വലിയ മരത്തില് പഴങ്ങൾ വരച്ചിട്ട് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഇതിൽ ഏതാണ് വലിയ മരം എന്ന് പറയുന്നത്? ഇതാണ് വലിയ മരം. അപ്പൊ ഈ വലിയ മരത്തിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, പഴങ്ങൾ വരച്ചിട്ട് നമ്മൾ നിറം നൽകുവാണ്. നമുക്കൊരു മഞ്ഞ കളറില് നമുക്ക് ഇങ്ങനെ പഴങ്ങൾ വരയ്ക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതാ. ഓക്കെ, പഴങ്ങൾ വരച്ചു നമ്മൾ നിറം നൽകി. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ചെറിയ മരം? ഇതാണ് ചെറിയ മരം. അപ്പൊ ഇതിന്റെ ഇലകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പച്ച നിറം കൊടുക്കണം. ഇതാ നമ്മൾ പച്ച നിറം കൊടുത്തു. അപ്പൊ വലിയ മരത്തിലല്ല, ചെറിയ മരത്തിൽ തന്നെ നമ്മൾ പച്ച നിറം കൊടുക്കണം. ഇനി അടുത്തത്, അടുത്തുള്ള വീടിന് നീല നിറം നൽകണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2 വീട് കാണാൻ പറ്റും. ഒരു വീട് ഇതാ, ഒരു വീട് ഇതാ. ഏതാണ് അടുത്തുള്ള വീട്? ഇതാണ് അടുത്തുള്ള വീട്. അപ്പൊ ആ അടുത്തുള്ള വീട് നമുക്ക് നീല നിറമാണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, നീല നിറം മിസ് എടുത്തിട്ടുണ്ട്. ഇതാ നീല നിറം മിസ് ഇങ്ങനെ കൊടുക്കുവാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് കളർ പെൻസിൽ ഒക്കെ എടുത്തിട്ട് പോകണം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ് മക്കളെ, നോക്കിക്കോളൂ. ദൂരെയുള്ള വീടിന് ഇഷ്ടമുള്ള നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൂരെയുള്ള വീട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. നമുക്ക് എന്താണ്, ഒരു മഞ്ഞ നിറവും അതുപോലെ തന്നെ ഒരു പച്ച നിറവും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു നിറം കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ചോദ്യങ്ങൾ നോക്കിയിട്ട് ഉത്തരം എഴുതാനായിട്ട്. ചുമ്മാ നിറം കൊടുത്താൽ പോരാ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന രീതി നോക്കിയിട്ട് വേണം നമുക്ക് ഉത്തരം എഴുതാനായിട്ട്. ഇനി അടുത്ത ചോദ്യം ഇതുപോലെ തന്നെയാണ്. നോക്കിക്കോ, ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ലേ? കുറച്ചധികം നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ലേ? അവിടെ പല വലുപ്പത്തിലുള്ള നക്ഷത്രമുണ്ട്, പൂക്കൾ പോലുള്ള നക്ഷത്രമുണ്ട്, ചിരിക്കുന്ന നക്ഷത്രമുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ചോദ്യം വായിച്ചു നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. അപ്പൊ ചുവപ്പ് നിറം മിസ് ഒന്ന് എടുത്തോട്ടെ. യെസ്, മിസ് ഇതാ ചുവപ്പ് നിറം എടുത്തു. ഇനി നമ്മളോട് ചെറിയ 2 നക്ഷത്രം, ഇതിലേതാണ് ചെറിയ 2 നക്ഷത്രം? ഇത് രണ്ടുമാണ്. അപ്പൊ നമ്മൾ അതിന് ചുവപ്പ് നിറം കൊടുത്തു. അടുത്തത്, വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നമ്മൾ നൽകേണ്ടത്. അപ്പൊ വലിയ നക്ഷത്രത്തിന് നമുക്ക് നീല നിറം കൊടുക്കണം. നീല നിറം എവിടെ? യെസ്, നീല നിറം കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, വലിയ നക്ഷത്രത്തിന് നീല നിറം കൊടുത്തു. ഇതാ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നിറം കൊടുക്കാം. നമുക്ക് എന്താണ്, ഒരു റോസ് നിറം കൊടുക്കാം അല്ലെ? ചിരിക്കുന്ന നക്ഷത്രത്തിന് നമ്മൾ റോസ് നിറം കൊടുത്തു. ഇനി അടുത്തത്, പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ? അതിന്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും നൽകണം. അപ്പം ആ ഒരു പൂവ് പോലുള്ള നക്ഷത്രത്തിന് നടുവിൽ നമ്മൾ ഇതാ പച്ച നിറം, നടുവിൽ നമ്മളോട് മഞ്ഞ നിറമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാ നടുവിൽ നമുക്ക് മഞ്ഞ നിറം കൊടുക്കാം. അപ്പൊ മഞ്ഞ മിസ് ഇതാ എടുത്തു. ബാക്കിയുള്ളത് മൊത്തം നമുക്ക് പച്ച നിറമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതും കൊടുക്കും. ഇനി ലാസ്റ്റത്തെ ചോദ്യം, നടുവിലും മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? ഏത് നക്ഷത്രത്തിനാണ്? പൂ പോലുള്ള നക്ഷത്രത്തിനാണ്. അപ്പൊ ചോദ്യങ്ങൾ വായിച്ചിട്ട് വേണം നമുക്ക് ഉത്തരം എഴുതാൻ. ചോദ്യങ്ങളിൽ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.